അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ഇനിയുള്ള വീഡിയോസ് എല്ലാവരും കാണണം. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേടത്തൂർക്ക് പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ വേദു എന്താ പറയാ പുറത്തേക്ക് ഇറങ്ങിട്ടോ. വേദു റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അവനെ വേഗം പോകണം കേട്ടോ. പുതിയ ഡ്രസ്സാട്ടോ. അപ്പോൾ അവനെ പുതിയ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ ചാടി ചാടി കളിക്കും. ഹായ് അച്ഛൻ്റെ വീട്ടിൽ പോവുക പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടാട്ടോ. ഇവിടെ പിന്നെ എന്താ 2 ഡോഗ്സ് ഉണ്ട് വേദുവിന്. അപ്പോൾ ഞങ്ങള് റെഡിയാക്കി മേലൊക്കെ കഴുകി ഇറങ്ങാൻ നിന്ന് മാമേനെ കൊണ്ടുപോകണം. അപ്പോൾ അമ്മമ്മക്ക് ടാറ്റ പറയാണ്. അമ്മമ്മയുടെ അതെ അവരെപ്പോഴും ഫ്രണ്ടിലാട്ടോ ഇരിക്കും ഓട്ടോറിക്ഷയിലും പാട്ട് കേൾക്കും. പിന്നെ വേദു കുറച്ച് നേരം എൻ്റെ ഒക്കത്ത് കിടന്ന് ഉറങ്ങി. അതെല്ലേ ഞാൻ ബാക്കിലിരിക്കണോണ്ട് കണ്ടില്ല. വീഡിയോസ് എടുക്കണത് ഞാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ അമ്മ വീഡിയോ എടുക്കുന്നത്. ഞാൻ അങ്ങനെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എത്തണ വരെയുള്ള കുറേ വീഡിയോസ് കാഴ്ചകൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇനി കുറച്ച് ദിവസം ഇവിടെ ആയിരിക്കും. വെക്കേഷനല്ലേ. അപ്പം ഇനി വെക്കേഷൻ ടൈമിൽ ഇവിടെ ആയിരിക്കും. സ്കൂൾ തുറന്നാൽ അങ്ങോട്ട് പോകും. അവിടുന്ന് പോകാനാട്ടോ എളുപ്പം. അപ്പോൾ ഇതൊക്കെ ആട്ടോ പോകുന്ന വഴി. ഇത് കണ്ടിട്ടുണ്ടാവും കുറേ പേര്. ഇത് നമ്മുടെ സ്ഥലം തന്നെയാണ്. വെള്ളടിക്കുന്ന് അമ്പലത്തിൽ വെച്ചിട്ട് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അത് നമ്മളിട്ടുണ്ടായിരുന്നില്ലേ? അതെവിടെ സ്ഥലം ഒന്നല്ല, ഡാൻസ് ഇട്ടുണ്ടായിരുന്നു. ഡാൻസ് ഇട്ടുണ്ടായിരുന്നു. പൊന്നു പമ്പയിൽ പറഞ്ഞ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണ് ഞങ്ങളുടെ അമ്പലം. എൻ്റെ നാട്ടിലെ അമ്പലം വെള്ളടിക്കുന്ന് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രം. ഇതാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്. ഇവിടെ കേട്ടോ മാമ ഓട്ടോ ഇടുക. ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോയി വരുമ്പോഴൊക്കെ അഥവാ ബസ് അഥവാ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ മാമനെ കണ്ടു കഴിഞ്ഞൊരു അയൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെ വേദു ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവന് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വണ്ടിയിൽ പോണത്, യാത്ര ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് പുറത്തേക്ക് പോവാനൊക്കെ. മാമ ഓട്ടോറിക്ഷ എടുത്ത പിന്നെ ഇറങ്ങിക്കില്ല. അച്ഛൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ ഇവിടെ 2 ഡോഗ്സ് ഉണ്ട് കേട്ടോ. ടോമി അതെ. പിന്നെ അവിടെ ഇങ്ങനെ കളിക്കും അവൻ. അപ്പൊ ഇതൊക്കെ കേട്ടോ സ്ഥലം. ഇതെവിടെ എത്തി? വട്ടുള്ളി കൂട്ടുപാത. വട്ടുള്ളി പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എത്താറായി. ഇവിടെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട് കേട്ടോ. മണ്ഡപമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മണ്ഡപം പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. നിങ്ങൾക്ക് അറിയില്ല സ്ഥലങ്ങളൊക്കെ. നിന്റെ അമ്പലം അമ്പലം അപ്പുറത്തെ സൈഡ്. അതാണ് മണ്ഡപം. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അമ്പലം. വട്ടുള്ളി അമ്പലം. ഇവിടുത്തെ പൂരങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ. ഒരു LP സ്കൂളുണ്ട്. ഗവൺമെൻറ് LP സ്കൂള്. സ്കൂളിലുള്ള ദിവസം പൂരങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അതെ. പിന്നെ ഞങ്ങൾ കൂട്ടുപാത എത്തി. ഒന്ന് വണ്ടിയൊക്കെ നിർത്തി. മരുന്ന് വാങ്ങാണ്ടായിരുന്നു. സ്നാഗി വാങ്ങാണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ, പൂർണ്ണ കാഴ്ചകൾ. അതെ. ഞങ്ങൾ മേത്തൂരിക്ക് പോവുകയാണ്. അച്ഛൻ്റെ വീടാട്ടോ അവിടെ. മേത്തൂര് അയ്യപ്പൻകാവിൻ്റെ അവിടെയാണ് അച്ഛൻ്റെ വീട്. വീട്ടി വട്ടത്തിരിപ്പാട്. അമ്മൻ്റെ പറഞ്ഞോളൂ. വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുത്ത്. അത് നിങ്ങൾക്ക് അറിയണ്ടാവും. വീട്ടി ഭട്ടതിരിപ്പാട് അവരുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്. അത് അച്ഛമ്മ അങ്ങനെ പറയുകയാണ് ഞങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. അതാണ് ഒന്ന് സൈലന്റ് ആയത്. അതെ. അപ്പോൾ ഇതിന് മേഴത്തൂർക്ക് എത്തുന്ന റോഡാണ് കേട്ടോ. ഇവിടെ ഞാനൊരു വീഡിയോ, ഇത് ആരോ പഠിപ്പിക്കുക സ്കൂട്ടി. ഇവിടെ അടുത്തൊരു വീട് ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതൊരു മാതിരി അറബി സ്റ്റൈലിലുള്ളൊരു വീടാണ്. നീ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ ഓപ്പോസിറ്റാ തോന്നുന്നുണ്ട് കേട്ടോ. അത് എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ വീട് എന്ന് പറഞ്ഞാൽ ആ വീട് തുറന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. എപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ അത് ഫുള്ള് ക്ലോസ് ആയിട്ടായിരിക്കും. അതൊക്കെ തോന്നുന്നത് ദുബായ് വ്യവസായികളൊക്കെ ഉണ്ടാവുമല്ലോ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനത്തെ 10-20 ആൾക്കാര് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതല്ല, വ്യവസായികളൊക്കെ ഉണ്ടാവുമല്ലോ, ബിസിനസ്സുകാർ. അവരൊക്കെ ഉള്ള വീട് പോലെ. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ എപ്പോഴും എന്നെ ചിരിപ്പിക്കാതാണ് കേട്ടോ. സോറി. അത് അപ്പളാ തോന്നുന്നു കേട്ടോ വീട് ഫുൾ. അടിപൊളി വീട് കേട്ടോ.
ഒരറ്റം തൊട്ട് ഒരറ്റം വരെയാണ്. അതെ, അപ്പം നമ്മളുടെ സ്വന്തം നാടായ മേഴത്തൂര് എത്തി. മേഴത്തൂര് പ്രശസ്തമായ നാടാണ് കേട്ടോ. അതുപോലെ വീട്ടി പട്ടതിരിപ്പാടിൻ്റെ നാടാണ്. അതുപോലെ തന്നെ നമ്മുടെ മേഴത്തൂര് പ്രശസ്തമായ മറ്റേ വൈദ്യമഠം എന്ന് കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾ. വൈദ്യമഠം ഉണ്ട്, CNS ആയുർവേദശാല ഉണ്ട്. വൈദ്യമഠം അച്ഛമ്മ വർക്ക് ചെയ്യുന്നത് CNS ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഇത് നമ്മുടെ മേഴത്തൂര് സെൻറ്റർ കേട്ടോ. ഇതാ മേഴത്തൂര് സ്കൂള്. ഈ നവമി 8 മുതൽ ഇവിടെ ആയിരിക്കും കേട്ടോ. നവമിയുടെ സ്കൂളായിരിക്കും ഇനി അത്. മേഴത്തൂര് നല്ലൊരു ഗ്രാമമാണ് കേട്ടോ. കിടക്കട്ടെ. അപ്പോൾ ഞങ്ങൾ എത്താറായിട്ടോ. അതെ, അല്ല സീരിയസ്ലി നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ മേഴത്തൂര്. അപ്പോൾ ഇതാണ് മേഴത്തൂര് സെൻറ്റർ. ഇവിടെ എത്താറാവുമ്പോൾ ഇവിടെ അതെ, ഇവിടെ കുറേ കടകളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു മണ്ഡപം ഉണ്ടായിരിക്കും കേട്ടോ, റീജൻസി. അവിടെ ആയിരുന്നു ഞങ്ങളുടെ റിസപ്ഷൻ, എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും റിസപ്ഷൻ. ഞങ്ങളുടെ റിസപ്ഷൻ അവിടെയായിരുന്നു 9 വർഷങ്ങൾക്ക് മുന്നേ. റീഗൽ ജ്വല്ലറിയോ? അതാ റീജൻസി കേട്ടോ, റീജൻസി ഓഡിറ്റോറിയം. റീഗൽ ജ്വല്ലറി എന്ന് അവള് പറഞ്ഞത് എന്താ അറിയാം, അവിടെ കൂറ്റനാട് ഒരു റീഗൽ ജ്വല്ലറി ഉണ്ട്. ഇതാണ് CNS ഹോസ്പിറ്റല്. ഞാൻ കയറിയുണ്ട്, അമ്മ കയറിയുണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇനി ഇവിടെ അയ്യപ്പൻകാവ് അമ്പലം കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ അയ്യപ്പൻകാവ് അമ്പലമാണ്. എത്തിക്കൊടുതാ, ഇതാണ് അമ്പലം. ഇവിടെ ആയിരുന്നു ഇവരുടെ കെട്ടുനിറ. അപ്പം ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കൊണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ റോഡ്. അയ്യപ്പൻകാവിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡാണ്. അതിൽ കൂടെ പോയ അടുത്തടുത്ത് വീടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അടുത്തടുത്ത് ഇങ്ങനെ കുറച്ച് ചെറിയ ഇങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ വീടുകളുള്ളതാണ്. ഇവിടെ എങ്ങനെ പ്രശ്നം വെച്ചാൽ ഒരു വണ്ടി പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ റോഡാണ് കണ്ടോ. പിന്നെ അടുത്തടുത്ത് കുറേ വീടുകളുണ്ട്. പിന്നെ അമ്പലങ്ങൾ അടുത്തടുത്തുണ്ട്, അമ്പലക്കുളമുണ്ട്, എല്ലാമുണ്ട്. കുളത്തിൽ ഞാൻ നീന്താൻ പോവായിരുന്നു. ഇപ്പൊ മൊത്തം അവിടെ ചണ്ടിയാണ്. പിന്നെ ചൂടാവുമ്പോ വെള്ളം മൊത്തം വറ്റിപ്പോവും. ചൂടുകാലായ അപ്പൊ പിന്നെ പറ്റൂല. അതാണ് വഴി കേട്ടോ, ഇങ്ങനെ പോണം. ഇപ്പൊ ഇവിടെ പുതിയ വീടൊക്കെ വെച്ചിട്ടുണ്ട്. അത് ചാടി വന്നു. ഇപ്പൊ അവിടെ ഒരു ഗേറ്റ് വെച്ചു. അപ്പൊ ഇതേ പോവാ കേട്ടോ. ഇവിടെ ഒരു പുതിയ വീട് ഉണ്ട്. ഈ ബാക്കിൽ അത് അവിടെ കണ്ട ഒരു വിളക്ക് കത്തിച്ച് നിങ്ങൾ കണ്ടോ, അതാണ് ഞങ്ങൾ പാമ്പുങ്കാവ്. അവിടെ വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വരണ കാരണം അമ്മ നേരത്തെ കത്തിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട് എത്തും. ഇനി ഞങ്ങൾ ഹോം ടൂർ ചെയ്യാട്ടോ. അച്ഛൻ്റെ വീട് ഇവിടെയൊക്കെയാണ് അച്ഛൻ്റെ വീട്. ഇവിടെ അങ്ങനെ അടുത്തടുത്ത് വീടുകളാട്ടോ. ഒരുപാട് വീടുകളുണ്ട്. 2, 3, 4, 5, 6 വീടുകളുണ്ട്. ഇതിങ്ങനെ ഇങ്ങോട്ട് കയറുക ഈ വീടാണ്. അതാണ് ഞങ്ങളുടെ വീട്. ഇവിടെ മൊത്തം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അതൊന്നുമില്ല, ഒക്കെ പോയി. ഇതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ. പിന്നെ അന്ന് വേദുവിന്റെ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾ പോയതാണ്. അച്ഛമ്മ വന്നു. ടോമി നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ടോമിയും തുമ്പിയും. തുമ്പി അവരുടെ സ്നേഹപ്രകടനാണ്. എത്തിയപ്പോ പിന്നെ വേദുവിനെ ഒരു പരിചയക്കേടൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ കണ്ടിന്യൂ ആയി. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. ഇനിയുള്ള നല്ല വീഡിയോസായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. മഴയൊക്കെ പോയി, മഴ കാറേ ഉള്ളൂ.